റിപ്പോർട്ട് ബ്രേക്കിംഗ്. ചാത്തന്നൂരിലെ UDFന്റെ പരാജയം അന്വേഷിക്കാൻ കമ്മീഷൻ. KPCC സെക്രട്ടറി LK ശ്രീദേവി ചെയർമാനായ കമ്മീഷൻ അന്വേഷിക്കും. 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് DCCക്ക് സമർപ്പിക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ചാത്തന്നൂരിലെ കോൺഗ്രസിന്റെ പരാജയം DCC പരിശോധിക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത്? അതായത് സ്മൃതി, സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് വലിയ വിജയം, മിന്നും വിജയം നേടി. കൊല്ലം ജില്ല പോലൊരു ചെങ്കോട്ടയിൽ പോലും 8 സീറ്റുകൾ ഉൾപ്പെടെ നേടുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടായി. പക്ഷേ അപ്പോൾ പോലും ചാത്തന്നൂരിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും ചാത്തന്നൂരിലെ പരാജയം പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ചാത്തന്നൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വെറും ഒരു പരാജയമല്ല ഉണ്ടായിരിക്കുന്നത്. അവിടെ തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ തരംഗത്തിനിടയിലും എങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പിന്തള്ളപ്പെട്ടു എന്ന കാര്യത്തിലായിരിക്കും അന്വേഷണം ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. KPCC സെക്രട്ടറി LK ശ്രീദേവി ചെയർമാനായ 3-അംഗ സമിതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്ന് മനസ്സിലാക്കുന്നു. GR കൃഷ്ണകുമാർ, M സുജയ് എന്നിങ്ങനെ 2 അംഗങ്ങൾ കൂടി ഈ സമിതിയിലുണ്ട്. 15 ദിവസത്തിനകം അന്വേഷിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് DCCക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പിന്നീട് KPCCക്ക് ഉൾപ്പെടെ കൈമാറും. ഈ റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ KPCC തലത്തിൽ മറ്റൊരു അന്വേഷണം പിന്നീട് ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചാത്തന്നൂരിലെ വമ്പൻ പരാജയത്തിൽ പാർട്ടിയുടെ എല്ലാ അടിവേരുകളും തകർത്തുകൊണ്ടുള്ള ഒരു പരാജയമാണ് അവിടെ ഉണ്ടായത്. ആ പരാജയത്തിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ പരാജയത്തെ ഇത്തവണ എന്തായാലും 3-ാം സ്ഥാനത്തെത്തിയതിന് ഗൗരവകരമായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം സംബന്ധിച്ചൊക്കെ തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുണ്ട്. അങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചാത്തന്നൂരിലെ പരാജയം പരിശോധിക്കാൻ ഇപ്പോഴെന്തായാലും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴെന്തായാലും ഒരു സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർ അന്വേഷിച്ച് 15 ദിവസത്തിനകം DCCക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.